ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. പരിശുദ്ധ മാമോദീസയിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ, ഇനി ആവർത്തിച്ച് നാം സ്വീകരിക്കുന്ന വിശുദ്ധ കുർബാന, കുമ്പസാരം എന്നീ കൂദാശകളിലൂടെയും മറ്റു പ്രാർത്ഥനകളിലൂടെയും നമുക്ക് ലഭിക്കുന്ന പരിശുദ്ധാത്മാവ് ഈ ദൈവ മക്കൾ സ്ഥാനത്തിന് നമ്മളെ കൂടുതൽ അർഹരാക്കുകയും അതിൽ വളർത്തുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്, സംശയമൊന്നുമില്ല. പക്ഷേ മകനും മകളും ആയതുകൊണ്ട് മാത്രമായില്ല, മറിച്ച് മകൻ്റെയും മകളുടെയും സ്ഥാനത്ത് നാം നിൽക്കുകയും അപ്രകാരം നാം പെരുമാറുകയും ജീവിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇത് നമ്മെ പഠിപ്പിക്കുന്ന ഒരു ഉപമയാണ് ലൂക്കാ സുവിശേഷം 15-ാം അധ്യായം ധൂർത്തപുത്രൻ്റെ ഉപമ. ആ ധൂർത്തനായ പുത്രൻ അവൻ ആ പന്നിക്കുഴി കിടക്കുമ്പോഴും അവൻ ആ അപ്പൻ്റെ മകൻ തന്നെയായിരുന്നു. പക്ഷേ മകൻ്റെ സ്ഥാനത്തല്ല അവനായിരുന്നത്. മകന് യോജിച്ച വണ്ണമല്ല അവൻ ജീവിച്ചിരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അപ്പൻ്റെ സൗഭാഗ്യങ്ങളിൽ അവന് പങ്കുപറ്റാൻ കഴിഞ്ഞില്ല. തിരിച്ച് അവൻ മകൻ്റെ സ്ഥാനത്തേക്ക് വന്നപ്പോൾ, ആ സ്ഥാനത്തിന് യോജിച്ച പ്രവൃത്തിയിലേക്ക് അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് വന്നപ്പോൾ അവന് സകല സൗഭാഗ്യവും അനുഭവിക്കാൻ കഴിഞ്ഞു. അപ്പം അങ്ങനെയെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ മകനും മകളും ആയി ജീവിക്കാനായിട്ട്, ആ സ്ഥാനത്തിന് യോഗ്യതയുള്ളവരായിട്ട് മാറാനായിട്ട് ഇതാ ദൈവത്തിൻ്റെ വചനം ഒരു കണ്ടീഷൻ വയ്ക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 44-45 വാക്യങ്ങൾ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഈശോ ആണ് കേട്ടോ ഈ പറയുന്നത്, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായിത്തീരും. അവിടുന്ന് ശിഷ്ടരുടെയും ദുഷ്ടരുടെയും മേൽ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും മേൽ മഴ പെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ ഒരു ദൈവവചനം 44-45 വചനഭാഗങ്ങൾ നമുക്കൊന്ന് കാണാപ്പാഠം പഠിക്കാം. അത് ചിലപ്പോൾ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ചില ശത്രുതയുടെ, വിദ്വേഷത്തിൻ്റെ സാഹചര്യം വരുമ്പോൾ നമ്മെ ക്ഷമിക്കാനായിട്ട് സഹായിക്കും. ദൈവത്തിൻ്റെ വചനം പറയുവാണ്, ഒന്നുകൂടെ കേൾക്കാം. ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായിത്തീരും. അപ്പോൾ നാം സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായിട്ട് മാറാൻ നമുക്ക് സാധിക്കുന്നത് നമ്മളെ വേദനിപ്പിച്ചവർ, ശത്രുക്കൾ, അവരെ സ്നേഹിക്കാൻ എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരുടെ ഉള്ളിൽ ഇപ്പോൾ തിന്മയുടെ സ്വാധീനമാണ്, അത് മാറിപ്പോകണമെന്ന ആഗ്രഹത്തോടെ, സ്നേഹത്തോടെ അവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ച് അവരെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി നമുക്ക് വിളിയുണ്ട്. അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഈ ഉത്തരവാദിത്വം ഈശോ തന്നെ കാണിച്ചു തരിക. കുരിശിൽ കടന്നുകൊണ്ട് ഈശോ തന്നെ കുത്തി മുറിവേൽപ്പിച്ചവർക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കുന്നു. അവർ പരിശുദ്ധാത്മാവ് നിറയണം, അവർ ശിക്ഷിക്കപ്പെടുകയല്ല, നശിച്ചു പോകുകയല്ല, മറിച്ച് അവർ അനുതപിച്ച് അവർ രക്ഷയിലേക്ക് കടന്നു വരണം. ഇതായിരുന്നു ഈശോയുടെ പ്രാർത്ഥന. പ്രിയപ്പെട്ടവർ, അപ്രകാരം നമുക്ക് സ്നേഹത്തോടുകൂടെ നമ്മുടെ ശത്രുക്കൾക്ക് വേണ്ടി, നമ്മളെ വേദനിപ്പിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയട്ടെ. അങ്ങനെ പ്രാർത്ഥിക്കുക വഴിയായിട്ട് ദൈവത്തിൻ്റെ മകനും മകളുമായിട്ട് നമ്മൾ മാറും. ഈ ദൈവത്തിൻ്റെ വചനം പഠിക്കുകയും ഓർക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവത്തിൻ്റെ മകനും മകളുമായിട്ട് മാറാൻ വിളിക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഈ ദൈവവചനം പൂർത്തീകരിക്കാനുള്ള അവസരം ദൈവം തരും. അതായത് നമ്മൾ കേട്ട ദൈവവചനങ്ങൾ, നമ്മളുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ മകനും മകളുമായിട്ട് മാറാൻ, ആയിത്തീരാൻ നമ്മളെ യോഗ്യരാക്കിയോ എന്ന് പരീക്ഷിച്ചറിയാനുള്ള സന്ദർഭം ഈശോ തരും. അപ്പോൾ ആ സന്ദർഭത്തിൽ വിജയിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ.